യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകും. രാവിലെ 10 മണിക്ക് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം. എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു ബലാത്സംഗ കേസിൽ റാപ്പർ വേടന് ഇന്നലെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഇന്നലെ റാപ്പർ വേടനെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നും അതേപോലെയുള്ള ചോദ്യം ചെയ്യൽ തുടരും, അല്ലേ? തീർച്ചയായും ജൂസി, അല്പസമയത്തിനുള്ളിൽ തന്നെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി റാപ്പർ വേടൻ ഹാജരാകും. ഇന്നലെ 6 മണിക്കൂറിലധികം വേടനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. യുവ ഡോക്ടർ നൽകിയ പീഡന പരാതിയിൽ തൃക്കാക്കര പോലീസ് എടുത്ത കേസിലാണ് നിലവിൽ വേടനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി വേടന് അനുവദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ബോണ്ടും തുല്യ തുകയ്ക്കുള്ള 2 ആൾജാമ്യത്തിലും വിടണമെന്ന് ഹൈക്കോടതി ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ ഈ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്ന പ്രകാരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് പോലീസ് നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ഈ പെൺകുട്ടി പോലീസിന് നൽകിയിരുന്നു. അത് പോലീസ് അത് സ്ഥിരീകരിക്കുന്നുണ്ട്, സാമ്പത്തിക ഇടപാടുകൾ. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട കേസ്, മുഖ്യമന്ത്രിക്ക് 2 പരാതികൾ 2 വനിതകൾ നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ഒന്നിൽ എറണാകുളം സെൻട്രൽ പോലീസ് വേടനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ കേസിൽ ഇന്നലെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഈ കേസിൽ ഒരുപക്ഷെ വേടനെ പോലീസ് ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. 3 മാസത്തേക്കോ അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് നൽകും വരെയോ എല്ലാ ഞായറാഴ്ചയും സ്റ്റേഷനിലെത്തി, എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തി ഹാജരാകണമെന്നാണ് നിലവിൽ ഈ കേസിൽ കോടതി വേടനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും തൃക്കാക്കര പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ വേടനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അറസ്റ്റ് ഉണ്ടായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജാമ്യം നൽകിയിട്ടുള്ളതിനാൽ തന്നെ വേടനെ വിട്ടയക്കും.